ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി IELTS ജർമ്മൻ OET PTA മുതൽ എല്ലാ കോഴ്സുകളും വെറും 5000 രൂപയ്ക്ക്. ഈ ഓഫർ ആദ്യത്തെ 50 രജിസ്ട്രേഷനുകൾക്ക് മാത്രം. ഭാമാസ് റൂട്ട്സ് അക്കാഡമി, ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കോതമംഗലം. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് അർഹമായ പരിഗണന ലഭിക്കാത്തതിൽ CPIയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ ബഡ്ജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA നവാസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. 2025-26 കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിൽ കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് CPI മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ വെച്ച് കേന്ദ്ര ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചത്. പ്രതിഷേധ യോഗം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA നവാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ പ്രക്ഷോഭ സമരം നടത്തുന്നത് കേവലമായ അർത്ഥത്തിൽ BJPയോടുള്ള വിരോധം കൊണ്ടല്ല. കേരളത്തിലെ ഗവൺമെൻറ്റിനെ തന്നെ, കേരളത്തിലെ ജനങ്ങളെ തന്നെ അവഗണിക്കുന്ന ഒരു ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രക്ഷോഭത്തിലേക്ക് നമുക്ക് കടന്നു വരേണ്ടി വന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കേന്ദ്ര ഗവൺമെൻറ്, പ്രത്യേകിച്ച് BJPയുടെ ഗവൺമെൻറ് വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം കേരളത്തിന് അവഗണനയായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ രാജഗോപാൽ ഈ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന സമയം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, കേരളത്തോട് സൗമനസ്യത്തോടുള്ള സമീപനമാണ് വാജ്പേയി ഗവൺമെൻറ് സ്വീകരിക്കപ്പെട്ടത്. എന്നാൽ മോദിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം കേരള സംസ്ഥാനത്തെ വാടെ അവഗണിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു വരികയാണ്. മണ്ഡലം സെക്രട്ടറി ജോളി പട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വിൻസെന്റ് ഇല്ലിക്കൽ, പോൾ പൂമറ്റം, VM തമ്പി, KE ഷാജി, ലോക്കൽ സെക്രട്ടറി KP അലിക്കുഞ്ഞ്, നേതാക്കളായ അനിത റജി, NK പുഷ്പ, PV ജോയ്, അഡ്വക്കേറ്റ് LA അജിത്, KB നിസാർ, ജോർജ് വെട്ടിക്കുഴി എന്നിവർ പങ്കെടുത്തു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.